ദരിദ്രരായ ആൾക്കാര് ഏത് മതത്തിലിരുന്നാലും ഏത് വിഭാഗത്തിലിരുന്നാലും അവരെയും കാണാം. പക്ഷെ അതിനകത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ജാതി നിലനിന്ന സമൂഹം, സുന്നി ഷിയ എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ താഴോട്ട് അറ്റത്ത് വരെ ഉണ്ട്. വിളക്കത്ത് തല നായരെന്ന് വിളിച്ച നായന്മാരില്ലേ, അവരെ കല്യാണം കഴിക്കുവോ മേനോന്മാര്? പിന്നെ എന്തിനാണ് അത് പറയുന്നത്? അപ്പൊ അങ്ങനെ അല്ലത്. അതുകൊണ്ട് ജാതി വർക്ക് ചെയ്യുന്ന രീതി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഈ പറയുന്ന മനുഷ്യന്മാര് ജാതി വാല് വെക്കുന്നുണ്ടോ, ഞാൻ പിന്നെ അവർ പറയുന്നത് കേൾക്കുന്നുണ്ടാവില്ല, കേൾക്കുകയില്ല. കാരണം അത്രത്തോളം പോലും സ്വന്തം ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ആൾക്കാര്, പിന്നെ അവരെ പറ്റി അവരുടെ ഒരു വരിയും ഞാൻ എടുക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യതയുള്ളവരാ. നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ജാതിയും നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാനൊക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉദ്യോഗമാണ് അവിടെ ആൾക്കാർ കാണുന്നത്, ധനമാണ് കാണുന്നത്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ധനമുള്ള ക്ലബിൽ ഇയാളെ കയറും, ഉദ്യോഗമുള്ള ക്ലബിൽ കയറും. പക്ഷെ അവിടെ വെച്ച് അറിയാതെ ഇയാൾ ഇവിടെ താഴ്ന്ന സമൂഹത്തിൽ നിന്നാ ഞാൻ വന്നെന്നങ്ങനെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയാലുണ്ടല്ലേ, അന്നോട്ട് താൻ താഴെ വീഴും. പട്ടാളത്തിലായാലും പോലീസിലായാലും താനിത് അനുവദിക്കും. ഈ ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ, IAS വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS തെക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന IAS തമ്മിൽ നല്ല അടിയുണ്ട്. മലയാളി IAS തെക്കേ വടക്കേ ഇന്ത്യൻ IAS തമ്മിൽ നല്ല ലോബികളായിട്ട് നിൽക്കും. ഇതെല്ലാം ഈ വിവേചനങ്ങൾ മുഴുവൻ നിൽക്കുന്ന സ്ഥലമാണ്. അധികാരമുള്ളവരുടെ ഇടയിലുള്ള വിവേചനത്തിനെ പറ്റി ഞാനാ പറയുന്നത്. ഇയാള് വിചാരിക്കുന്നുണ്ടോ ദ്വിവേദികളെ കല്യാണം കഴിക്കത്തില്ല. അവർ രണ്ടുപേരും ബ്രാഹ്മണരാണ്, ചതുർവേദിയുണ്ട്, കല്യാണം കഴിക്കത്തില്ല. ഇതൊക്കെ നിൽക്കുന്ന സമൂഹം തന്നെയായത്. ഒരു വ്യത്യാസം വന്നിട്ടില്ല. അത് അഴിച്ചു പണിഞ്ഞിട്ടില്ല. അഴിച്ചു പണിയേണ്ടതുണ്ട്. അത് ഈ സ്ഥാപനങ്ങളൊക്കെ അഴിച്ചു പണിയേണ്ടത്, ഒത്തിരി പണിയെടുക്കേണ്ടതുണ്ട്. രണ്ട് ഇണകൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന, അല്ല അമ്മയും അച്ഛനും കല്യാണം ആലോചിച്ച് നടത്താൻ പറ്റത്തില്ല എന്നുള്ള നിയമം വരേണ്ടതുണ്ട്. അമ്മയും അച്ഛനും ആലോചിച്ചാൽ ആ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് നിയമം വരേണ്ടതുണ്ട്. തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആര് തെരഞ്ഞെടുക്കണം? വിവാഹത്തിൽ ഇടപെടുന്നവർ തെരഞ്ഞെടുക്കണം. അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കണം. മാറും. ഇയാളിപ്പോ കാണുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ഇയാളുടെ ജാതിയും മതം തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലുതായി പോയത് കാരണം കൊണ്ട് മാത്രമുള്ള സമാധാനം. അറിഞ്ഞു പോയാൽ കഴിഞ്ഞു. അത് എനിക്ക് മാരാരൊന്നും ഇല്ലടോ. പിന്നെ വെറുതെ എന്നെ അതൊന്നും മിണ്ടാതെ എനിക്കില്ല. അത് അങ്ങനത്തെ പേര് ഞാൻ പറഞ്ഞില്ലേ, ജാതി വാലിടുന്ന പേരിട്ട് ഒരുത്തനും എനിക്ക് അവരൊന്നും മറുവശത്തില്ല. നീ ഒരിക്കൽ പോലും ഇപ്പൊ വിമർശനങ്ങളെ പേടിച്ചിട്ടില്ല? പേടിയല്ല, എനിക്ക് അവരെ ഒന്ന് ഞാൻ അവരുടെ വിമർശനം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ജീവിതം മുഴുവനും ഞാൻ തറയിലിരിക്കുന്നതിനാണ്. എനിക്ക് എന്നെ ഇവിടുത്തെ പോലീസിന് പിടിക്കാൻ പറ്റാതിരിക്കുന്നത് എനിക്കൊരു വീടില്ലാത്തതുകൊണ്ട്. ഞാൻ വീടില്ല, എനിക്ക് ധനമില്ല, അല്ല ഇപ്പൊ ഈ സ്വത്തില്ല. ഇപ്പൊ അങ്ങനെ തറയിലിരിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് പേടിയില്ല. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ അന്ന് തുറന്നു പറഞ്ഞത് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാവും. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. അത് ബോധപൂർവം ജീവിക്കണം. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ ജനിച്ചു വളർന്ന വീട് സംഭാവന ചെയ്ത കുട്ടിക്കാലത്ത് നമ്മൾ ശീലിപ്പിച്ചോണ്ട് ഞാൻ ഈ ഉറക്കെ പറഞ്ഞു ബേളം കൈയും കാലും ഒക്കെ കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന മര്യാദകേടിലെ ഒരു സ്ഥലം. അത് രൂപപ്പെട്ടു പോയതാണ്. അത് ഞാൻ വിചാരിച്ചു എന്റെ ശബ്ദം എനിക്ക് എന്ത് ചെയ്യാനൊക്കും, ഞാൻ എത്ര വിചാരിച്ചാലും. പിന്നെ ശരീര ഭാവഭാവാദികൾ അത് കുറച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. ഈ അഭിനയിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ മഹാന്മാരെല്ലാം ശാന്തഗംഭീരമായ ഫേസുമായിട്ടിരിക്കുക. ഞാൻ 10 വർഷം സന്യാസിയായിട്ട് ജീവിച്ചത്. എനിക്കത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. അത് ആവശ്യമില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മനസ്സ് ചിന്തിക്കുന്നതല്ല, വിവരം കൊണ്ട് ചിന്തിക്കുന്നു. അല്ല മനസ്സ് ഇഷ്ടമുള്ള പോലെ പോകുന്നതല്ല. എനിക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവുള്ള ആളാണ്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ആളാണ്. അത് ചെയ്യുന്ന ആൾ. ഞാനത് പറയുന്നത് പറഞ്ഞാൽ ആ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വിവരമില്ലാതെ ജനാധിപത്യത്തിൻ്റെതായ മൂല്യബോധമുള്ളവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ എടുക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് അല്ലാതെ ഞാനൊരു വിശ്വാസിയാണെന്ന് ഒരുത്തും പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യബോധം ഇല്ലാത്ത ആളാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള പൗരനല്ല. അന്ന് അയാൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയാളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കഴിഞ്ഞ് അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്.
നമുക്ക് ഒരാൾക്ക് ഹേർട്ടാവും എന്ന് നോക്കിയിട്ടുള്ള ഞാൻ അയാളെ ഹർട്ട് ചെയ്യുന്ന പ്രശ്നമല്ല, അയാളുടെ സ്വന്തം നിലപാട് കൊണ്ട് ഹർട്ടാകുന്ന ആൾക്കാർ അങ്ങനെയാണ്, ആത്മഹത്യ ചെയ്തുന്ന ആൾക്കാരാ, അവരെ നമുക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഡയറക്ടറുള്ള ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞാൽ അവരുടെ പൊസിഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയത്തില്ലേ, അവര് ഇത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാനൊരു അമേരിക്കക്കാരനാണെന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങാനൊക്കത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോ അതിൽ ഒരുപാട് കാര്യങ്ങൾ എളുപ്പിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ നിരന്തരം നവീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് ലോക്സഭയും നിയമസഭയും ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ചെയ്യേണ്ട പണിയാണ്. അതിനകത്തേക്ക് ഈ ജാതിക്കാരെയാണ് നമ്മൾ തെരഞ്ഞുവിടുന്നത് കൊണ്ടാണ് നടക്കാത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയുന്നത് ഏത് ടൈപ്പ് ആളുകളാണ്? അപ്പൊ ഈ വിഷയങ്ങൾ നടന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം തുടങ്ങിയത് 1855 55 54. അതിനെ നമ്മൾ ശിപായി മ്യൂട്ടണി എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത്. അതിനുശേഷം 100 വർഷത്തോളം എടുത്ത് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ഒരു 100 വർഷം എന്ന് പറഞ്ഞാൽ 5 തലമുറ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാന് 1955 ജനിച്ച ആളാണെന്ന് മനസ്സിലാക്കണം. സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വേറെ കണ്ട് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പോയില്ല. അത് ലോങ് ടൈം ആയിട്ട് നടത്തുന്ന വർക്കാണെന്ന്. 200 വർഷത്തിന് മുമ്പാണ് തുല്യത എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത്. അത് സ്വാതന്ത്ര്യ ഞാനിത് മനസ്സിലാകാതെ വീണ്ടും ഇയാൾ ചോദിച്ച അർത്ഥമില്ലാതെ പോകും. ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് നമ്മൾ എന്ന് പറയുന്ന ആശയം ലോകത്ത് വരുന്നത്. അത് ഇങ്ങനെ പരക്കുന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ എല്ലാം ഉണ്ടായി എന്നുള്ളതല്ല. ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നെപ്പോളിയനാണ് അവിടെ ഉണ്ടായെന്ന് അറിയണം. അല്ലാതെ അവിടെ ഉടനെ എല്ലാവരും ഇതെല്ലാം പഠിച്ച് നന്നായി ജീവിച്ചു തുടങ്ങിയെന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ലോകത്ത് എവിടെയും ഇല്ല. നമ്മൾ ഈ പറയുന്ന ലോകത്ത് എവിടെയും ഇല്ല. ഡിഗ്രിക്ക് വ്യത്യാസങ്ങളാണ്. സൗദി അറേബ്യയിലെ രാജാവാണ് ഭരിക്കുന്നത്. അവിടെ ആൾക്കാർക്ക് ഇത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അവർക്ക് നല്ല ഭാര്യമാരാകാനേ പറ്റൂ. എല്ലാം കിട്ടുന്നതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചർച്ചയൊന്നുമില്ല. അതൊന്നുമല്ല. തുല്യമായി ഇരിക്കാൻ പറ്റുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, അതാണ് ജനാധിപത്യത്തിന്റെ കാതൽ. പരസ്പരം എന്ന് പറയുന്ന വാക്ക് എല്ലാ വാല്യൂസിനും മുന്നേ വെക്കാൻ പറ്റും. അല്ലാതെ നന്ദി വേണം എന്നൊക്കെ അല്ല. ഉണ്ട ചോറിന് നന്ദി വേണം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മുടേതല്ല, വല്ലവനും തന്നതാണെന്ന് അനുഭവിക്കണം. ഇങ്ങനത്തെ മേല് കീഴുള്ള മൂല്യബോധമല്ല ഉള്ളത്. തുല്യമാണ്. അത് നീണ്ട പ്രവർത്തനമാണെന്ന് അറിയുന്ന ജീവിതമാണ് എൻ്റെ. ഇതുപോലെ സമത്വം പരക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങുന്നല്ല. ഞാനും കൂടി ഇവിടെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ താൻ ജാതിവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഒരു ജാതിവാദിയെ തുല്യത പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്തത്. പഠിക്കത്തൊന്നുമില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവും. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാവും. അത്രേ നടന്നിട്ടുള്ളൂ. ഇതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സാധനം 1000 പേര് കേൾക്കുമ്പോൾ ജാതി കൊണ്ട്, മതം കൊണ്ട്, ധനം കൊണ്ട്, പദവി കൊണ്ട്, ശക്തി കൊണ്ട് ആനുകൂല്യങ്ങളുള്ളവർക്ക് ഞാൻ പറയുന്നതെല്ലാം വേദനാജനകമായിരിക്കും. മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തിൻ്റെതായ വഴികളാണിതെല്ലാം. ഒരു ശാരീരികമായ ബലം കൂടുക, സംഘടിതമായ അതേ ബലത്തിനെ ഉണ്ടാക്കുന്നതാണ് സംഘടിത ബലം. അത് കഴിഞ്ഞാൽ ആ സംഘടിത ബലം കൊണ്ട് റിസോഴ്സസ്, വിഭവങ്ങളുടെ മേളിൽ കൈകാര്യം ചെയ്യുക. ഈ സ്വത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വകയാണെന്ന് പറയുന്ന വക, രാജ്യം എൻ്റെതാണെന്ന് പറയുന്ന വക. അത് കഴിഞ്ഞിട്ടുള്ളത് പദവി. അത് രാജാക്കന്മാർ കണ്ടുപിടിച്ചു കൊടുത്തതാണ്. ഒരു കാര്യമില്ലാത്ത ഇവിടെ 1 വര, 2 വര, 3 വര ഇട്ട എന്തുവാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ഇവിടെ 2 പതക്കം വെച്ചാൽ അവനെ അവിടെ ഇരുത്താൻ പറ്റും. ഇങ്ങനെ ചെയ്തിരിക്കുന്ന മേല് കീഴുള്ള മൂല്യബോധത്തിനുള്ള പദ്ധതികൾ തുടങ്ങി. ഇവിടെ ഇപ്പോഴും കൊടുക്കും. പരമവീര ചക്രം കൊടുക്കും, പത്മശ്രീ കൊടുക്കും. ഇതൊക്കെ രാജാക്കന്മാർ കൊടുത്തോണ്ടിരുന്ന സാധനമാണ്. എന്തിനാണ് ഇവനൊക്കെ ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്? ഇതെല്ലാം അസംബന്ധം പിടിച്ച ഹെയറാർക്കി നിലനിർത്താൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ആ സാധനങ്ങൾ പദവി. ഇത് കഴിഞ്ഞാൽ അറിവിന്റെ ആധിപത്യമുണ്ട്. അറിവിന്റെ ആധിപത്യം എന്ന് പറയുന്നത് എനിക്ക് കയ്യിൽ സാധനമൊന്നും വേണ്ട. അതൊക്കെ അറിവ് എനിക്ക് ഉള്ളത് കാരണം കൊണ്ടാണ് എനിക്ക് മറ്റൊന്നും ഇല്ലാതെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അറിവിന്റെ ആധിപത്യം ഞാൻ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മറ്റ് സ്ഥാനം, മാനം ഇതെല്ലാം ഞാൻ ഉണ്ടാകും. നിങ്ങളതിനെ ഒരിക്കലും ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി ആയിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കാണും.
ഇതൊന്നും ഉണ്ടാവില്ല. പ്രശസ്തി ഏറ്റവും അവസാനത്തെ സാധനമാണ്, അറിയപ്പെടുക എന്ന് പറയുന്നത്. അത് ചെയ്ത് ഇതിപ്പോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാണുന്നതുകൊണ്ടാണ് ഈ അറിയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സാധനമാണ്, ഞാൻ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് കിട്ടുന്ന ആധിപത്യം വരെ അത് ആധിപത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന നിലവാരത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ആധിപത്യവും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് പോലും ചെയ്യാതെ ആരാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ വേണ്ടുന്നത്. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. അല്ലാതെ മാതൃഭൂമി എന്നാണോ വിളിക്കുന്നത് അവിടെ ഞാൻ എഴുതത്തുള്ളൂ പറയത്തുള്ളൂ, മനോരമ എന്നാണോ വിളിക്കുന്നത് അവിടെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന എന്താണ് ഇവിടുത്തെ ബ്രാഹ്മണ അറിവുകാരുണ്ട്. അവരുടെ കൂട്ടത്തിലൊന്നും ഞാൻ പെടുത്തില്ല. എല്ലാവർക്കും അവകാശപ്പെട്ട ആളാണ്. പബ്ലിക് ടോയ്ലറ്റ് പോലെ അവകാശപ്പെട്ടതാണ്. അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും പഠിച്ചാൽ മതി. ഇതാണല്ലോ ആക്ഷേപകരമായി പറയുന്നത്, ഞാൻ പബ്ലിക് ടോയ്ലറ്റാ, പഴുക്ക് തീർന്നല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള കുളമാണ്. അവിടെ കുളിക്കണോ നനയ്ക്കണോ നീന്തണോ കുടിക്കണോ എന്നുള്ളത് ഈ വരുന്നവന്റെ സംസ്കാരം അനുസരിച്ചിരിക്കും. അപ്പൊ അത് മതത്തിനും മതം മനുഷ്യരുണ്ടാക്കിയതാണ് മതം. അവരുടെ ദൈവം മനുഷ്യരുണ്ടാക്കിയ സമൂഹത്തിനകത്താണ്, മനുഷ്യരുണ്ടാക്കിയതാണ് രാജ്യം, മനുഷ്യരുണ്ടാക്കിയതാണ് മതം, മനുഷ്യരുണ്ടാക്കിയതാണ് നിലനിൽക്കുന്ന ജാതി. ഗോത്രബോധം മനുഷ്യരുണ്ടാക്കിയതല്ല. അത് തിരിച്ചറിയേണ്ടതാണ്. അത് വേറൊരു വിഷയമാണ്, സൂക്ഷ്മമായിട്ട് പറയേണ്ടതാണ്. അത് ഇനി ഒരിക്കലും നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയാം. കൺക്ലൂഡ് ചെയ്യാം. ഇത്ര നേരം ഒരു ജാതിവാദിയോട് സംസാരിച്ചു. ജാതിവാദിയല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരും മനുഷ്യരാണ്, നല്ല മനുഷ്യർ തന്നെയാണ്. പല അഭിപ്രായങ്ങളുണ്ടെന്ന്. വളരെയധികം സന്തോഷം. വിലയേറിയ സമയം ഇനിയും തുടരും നമ്മൾ. സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം. എനിക്ക് സന്തോഷം. താങ്ക് യു. ശരി.